വറ്റലൂരിലെ പഴയ ജുമാഅത്ത് പള്ളിയിലെ ഒരു വേറിട്ട കാഴ്ചയാണ് പരിചയപ്പെടുത്തുന്നത്. ജീവന്റെ തുടിപ്പുള്ളൊരിടമായി മാറിയ ആ കാഴ്ച മരണപ്പെട്ടവരെ മറവ് ചെയ്യുന്ന പള്ളിയോടനുബന്ധിച്ചുള്ള ഖബർസ്ഥാനം. പള്ളിക്കാട് പലപ്പോഴും കാണുന്നത് കാട് പിടിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. എന്നാൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ വറ്റലൂർ ജുമാഅത്ത് പള്ളിയിലെ ഖബർസ്ഥാനം ആ കാഴ്ചകളെല്ലാം മാറ്റിമറിക്കുകയാണ്. ഇവിടെ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ട് ആ മരങ്ങളിൽ നിന്ന് കായ്കനികൾ പറിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ പക്ഷികൾക്കും അണ്ണാനും മറ്റു ചെറുജീവികൾക്കും ആഹാരമായി മാറുന്ന വ്യത്യസ്തമായ കാഴ്ച. ജീവന്റെ തുടിപ്പുള്ളൊരിടമായി മാറിയ ആ കാഴ്ച. വറ്റലൂർ ജുമാഅത്ത് പള്ളിയുടെ സെക്രട്ടറിയിലെ ഷാക്കിർ നമ്മുടെ കൂടെയുണ്ട്. ഈ ജുമാഅത്ത് പള്ളിയുടെ ഈ ഖബർസ്ഥാനം എങ്ങനെയാണ് ഈ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എങ്ങനെയാ വന്നത്? ഒന്ന്, വറ്റലൂർ പഴയ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പിന്നെ സുന്നി കൺസേൺ ആണ് പള്ളി. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഒരു 4 തവണയെങ്കിലും ഒരാളുടെ അരക്ക് മീതെയുള്ള പുല്ലുകൾ വെട്ടി ഞങ്ങൾ വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് നമ്മൾ കുറച്ച് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ഇവിടെ നമ്മൾ ഏകദേശം പിന്നെ ഒരു 100-ലധികം 150ഓളം പിന്നെ റംബൂട്ടാൻ്റെ തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. അതുപോലെ 19ഓളം കശുമാവിൻ്റെ തൈ നമ്മൾ കൊണ്ട് നട്ടിരുന്നു. പിന്നെ അരിനെല്ലിക്ക, മാങ്ങ, അതുപോലെ ഈ സപ്പോട്ട, പിന്നെ നാരങ്ങ, പിന്നെ അതുപോലെ 8ഓളം ഊത് മരങ്ങൾ ഇപ്പൊ നിലവിലവിടെ വളർന്നു തന്നെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഭാഗമായി നിൽക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച്? ഇത് ഞങ്ങൾ ഫുള്ള് മണ്ണൂത്തി നിന്നാണ് കൊണ്ടുവന്നത്. പണിക്കാരെ വെച്ച് ഇവരെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്ത് നമ്മളിത് കൃത്യമായി നട്ടുപിടിപ്പിച്ചത്. ഇതിനുമായി ബന്ധപ്പെട്ട കർഷകരോട്, ഇങ്ങനെ ഫലവൃക്ഷ തൈകൾ നടുന്ന ആളുകളോടൊക്കെ കൃത്യമായി അഭിപ്രായം ആരാഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഖബർസ്ഥാനാണ്, ഇപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പരിമിതികൾ ഉണ്ടാവും. ആ പരിമിതികൾ ചിലപ്പോൾ നമുക്ക് നല്ല വളയിൽ ഉപയോഗിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അവിടെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ടാണ് ഇപ്പൊ നമ്മള് മുകളിൽ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നേരെ ബൈപ്പാസ് ചെയ്ത എല്ലാ ഫലത്തിന്റെ ചോട്ടിലേക്കും വെള്ളം വരുന്നുണ്ട്. അവളോടൊപ്പം ഇപ്പോൾ ഈ വർഷം നടത്തി. കഴിഞ്ഞ വർഷം വളരെ കുറച്ചാണ് കിട്ടിയത്, ഒരു 10 കിലോയിൽ താഴെയാണ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം 50 കിലോയിലധികമുള്ള പിന്നെ റംബൂട്ടാൻ മാത്രം എടുത്തു. പിന്നെ മാങ്ങ ഇടക്കിടക്ക് നമ്മൾ പറിക്കാറുണ്ട്. പിന്നെ ഈ നാരങ്ങ ഇടക്ക് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അത് നമുക്ക് ഇടക്ക് കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ നമ്മളെ പ്രസിഡന്റ് അഹമ്മദ് കുട്ടിയാജി വെങ്കിട്ട ഉൾപ്പെടുന്ന കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഇതിന് വലിയൊരു പിന്തുണയാണ് തന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് വെക്കാനുണ്ടായ കാരണം. ഇപ്പൊ നമ്മളൊരു പാരമ്പര്യ രീതി ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളൊക്കെ വരാം. പക്ഷെ അതൊക്കെ നമ്മൾ മറികടന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഇതായി വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ചെറിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ വിമർശനങ്ങളൊക്കെ മാറി റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും അതിനോട് നല്ല കാഴ്ചപ്പാട്. അതെ, നമ്മള് ഉദ്ദേശം എന്നുള്ളത് ആളുകൾക്ക് സ്വൈര്യമായി പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഖബർ സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ അത് വലിയൊരു കാഴ്ചപ്പാടിലേക്ക് മാറി. ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചപ്പോൾ ജനങ്ങൾക്ക് മാത്രമല്ല കിളികൾക്കും അവിടെ ഒരു ഇടമായി മാറി എന്നുള്ളതാണ്. അത് പ്രകൃതിയോട് കൂടുതൽ ഉപകാരമുള്ള രീതിയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അതെ.